ഹലോ ഗുഡ് പീപ്പിൾ, ദിസ് ഈസ് ശങ്കർ ഫ്രം മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആപ്പിളിൻ്റെ ഐമാക് മെഷീനെ കുറിച്ചിട്ടാണ്. ആപ്പിളിൻ്റെ ലൈനപ്പിലുള്ള ഒരേ ഒരു ഓൾ ഇൻ വൺ മെഷീനാണ് ഐമാക്. മുമ്പ് ഇൻ്റൽ പ്രോസറായിരുന്ന സമയത്ത് ഐമാക് 2 വേർഷൻസ് ഉണ്ടായിരുന്നു. മീൻസ് 2 സ്ക്രീൻ സൈസിലും കുറേ പ്രോസർ വേരിയൻസിലൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇന്ന് നമുക്കൊരു സിംഗിൾ പ്രോസർ വേരിയൻറ്റിൽ മാത്രമാണ് ഐമാക് അവൈലബിൾ ആയിരിക്കുന്നത് ആൻഡ് എ സിംഗിൾ സ്ക്രീൻ സൈസ്. 24 ഇഞ്ചാണ് ഐമാക് വരുന്നത്. അതുപോലെ തന്നെ പുതിയ ആപ്പിളിൻ്റെ M3 പ്രോസറാണ് ഐമാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷന് ഐമാക് എത്രത്തോളം ബെറ്റർ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മാക്കിൽ ഐമാക് ക്ലിക്ക് ചെയ്യുന്നു. ഒരുപാട് കളേഴ്സിലാണ് ഐമാക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടുതലും അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒക്കെയാണ് അവർ ഈ ഒരു പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഡബ്ബിംഗ് സ്റ്റുഡിയോ, അതുപോലെ തന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ സെറ്റപ്പ്, ഇതിനെല്ലാം ഐമാക് ചൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഒരുപാട് കളേഴ്സിൽ ഐമാക് അവൈലബിൾ ആണ്. നമ്മുടെ യൂഷ്വൽ സിൽവർ കളറും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1,34,900 റുപ്പീസാണ് ഐമാക്കിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ M3 ചിപ്പാണ് ഐമാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വേറെ വേരിയൻസ് ഒന്നും ഇതിലവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മൊബൈൽ ഫോണുകൾ പോലെ തന്നെ ഇതിൻ്റെ തിക്നെസ്സൊക്കെ അവർ വളരെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻസിന് ഇതൊരു പ്രത്യേകിച്ചൊരു ഫാക്ടറല്ല. എന്നാലും ഇതിൻ്റെ എസ്തെറ്റിക്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിൽ ഈ സ്ലീക്ക് ഡിസൈൻ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. 4 USB-C പോർട്ടുകൾ വരുന്നുണ്ട്. അതിൽ 2 പോർട്ടുകൾ തണ്ടർബോൾട്ട് എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ ചാർജിങ് കേബിൾ മാഗ്നറ്റിക് ആണ്. ഐമാക്കിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 4.5K റെറ്റിന ഡിസ്പ്ലേ ആണ്. സോ ഈ ഒരു ചെറിയ സ്ക്രീൻ സൈസ് ആണെങ്കിൽ പോലും നല്ല ബെറ്റർ റെസൊല്യൂഷനാണ് ഐമാക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് മാജിക് കീബോർഡും മൗസും അവൈലബിൾ ആണ്. ഇത് പാക്കേജിൻ്റെ കൂടെ തന്നെ വരും. നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ട. നമ്പർ പാഡുള്ള കീബോർഡ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. ഫ്രണ്ടിൽ വരുന്ന ക്യാമറ 1080p ഫേസ് ടൈം HD ക്യാമറയാണ്. നമുക്ക് സൂം മീറ്റിംഗ്സും അതുപോലെ തന്നെ കോൺഫറൻസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്ക് അറയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ബിൽറ്റിനായിട്ട് തന്നെ സ്പേഷ്യൽ ഓഡിയോയും ഡോൾബി അറ്റ്മോസും ഒക്കെ ഐമാക്കിൻ്റെ സ്പീക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിത്ത് സബ് വൂഫറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ 3 വേരിയൻസാണ് ആപ്പിൾ ബേസിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വേരിയൻസിൽ നമുക്ക് ഫസ്റ്റത്തെ വേരിയൻസിൽ 8 കോർ CPU യും 8 കോർ GPU യും വരുന്നുണ്ടെങ്കിൽ മറ്റ് 2 വേരിയൻസിലും 8 കോർ CPU യും 10 കോർ GPU ആണ് വരുന്നത്. സോ ആ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഈ 3 വേരിയൻസുകൾ തമ്മിൽ വരുന്നുള്ളൂ. ഫസ്റ്റ് വേരിയൻ്റ് അകത്ത് നമുക്ക് 256 GB ആണ് സ്റ്റോറേജ് വരുന്നത്. ലാസ്റ്റ് വേരിയൻറ്റിൽ 512 GB വരുന്നുണ്ട്. പക്ഷേ സാഡ്ലി 3 മോഡൽസും ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 GB യൂണിഫൈഡ് മെമ്മറിയാണ്. ഈ 2024-ൽ 8 GB വളരെ ബേസിക്കായിട്ടുള്ളൊരു മെമ്മറി സൈസാണ്. തീർച്ചയായിട്ടും മെമ്മറി നമ്മൾ ബംപ് ചെയ്യാൻ വേണം. കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തന്നെ നമുക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആപ്പിൾ സിലിക്കൺ പ്രൊഡക്ട്സിൻ്റെ എല്ലാം പ്രത്യേകത, നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യണം. നമുക്ക് ഫ്യൂച്ചർ അപ്ഡേഷൻസ് ഒന്നും പോസിബിൾ അല്ല. ബിക്കോസ് ഇതെല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഫ്യൂച്ചർ അപ്ഡേഷൻസ് പോസിബിൾ അല്ല. നമുക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഇൻറ്റേർണലി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമ്മുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സുകളും കൂടെ നോക്കിക്കൊണ്ട് പ്രോഡക്റ്റ് കോൺഫിഗർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഈ ഐമാക് ചൂസ് ചെയ്യുന്നു, ഒന്ന് സെലക്ട് ചെയ്യുന്നു. 1,34,900 റുപ്പീസാണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് മാജിക് കീബോർഡും മൗസും വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 തണ്ടർബോൾട്ട് പോർട്ടും അത് USB-4 എനേബിൾഡുമാണ്. 8 GB നിന്ന് നമ്മൾ 16 GB ബംപ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് 20,000 പ്ലസ് ആവുന്നുണ്ട്. ആപ്പിളിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രത്യേകതയും പ്രശ്നവും ഇത് തന്നെയാണ്. അവരുടെ മെമ്മറി ആൻഡ് സ്റ്റോറേജിന് അവർ വളരെ വലിയ എമൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. ബെറ്റർ പെർഫോമൻസ് ഉള്ള മെമ്മറിയും സ്റ്റോറേജൊക്കെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹൈ എമൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴേ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇതിൽ 16 GB മെമ്മറി ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ 256-ൽ നിന്നും ഞാൻ 512 GB SSD-യിലേക്ക് ബംപ് ചെയ്യുന്നുണ്ട്. 256 GB സിംഗിൾ നാൻഡ് ഫ്ലാഷ് ചിപ്പായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രാൻസ്ഫർ റേറ്റ് കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ 512 GB-യിൽ 2 ചിപ്പുകൾ പാരലലി വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രാൻസ്ഫർ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പവർ അഡാപ്റ്ററിൽ തന്നെയാണ് ഈതർനെറ്റ് കണക്ഷൻ വരുന്നത്. കീബോർഡ് മൗസും ഇൻക്ലൂഡഡ് ആണ്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഇല്ല. സോ ടോട്ടൽ എമൗണ്ട് വരുന്നത് 1,74,900 റുപ്പീസാണ്. ഈ ബേസിക് ആയിട്ടുള്ള ഐമാക്കിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 16 GB ആൻഡ് 512 GB സ്റ്റോറേജ് ആക്കി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്കൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ബേസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ റൺ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഓൾ ഇൻ വൺ ഡെസ്ക്ടോപ്പ് മെഷീനായിട്ട് ഇത് യൂസ് ചെയ്യാം. വളരെ
പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസറാണ് ആപ്പിളിൻ്റെ M3 എന്ന് പറയുന്നത്. ആപ്പിൾ M1 വന്നപ്പോൾ തന്നെ നല്ല പവർഫുള്ളും അതുപോലെ തന്നെ പവർ എഫിഷ്യൻറ്റും ആയിട്ടുള്ള ഒരു ചിപ്പായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നും എന്തായാലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ആപ്പിൾ M3 ചിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. macOS സൊനോമയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കറണ്ട് OS എന്ന് പറയുന്നത് macOS വെഞ്ചൂറയാണ്. അഫ്കോഴ്സ് സൊനോബ സ്റ്റേബിൾ തന്നെയാണ്, എന്നാലും എല്ലാ ഓഡിയോ ഇൻ്റർഫേസുകളുടെയും ഡ്രൈവേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് സൊനോമയിൽ വന്നിട്ടില്ല. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ വരുമായിരിക്കും. എന്തായാലും macOS വെഞ്ചൂറ വളരെ സ്റ്റേബിളായിട്ട് ആപ്പിൾ സിലിക്കണിൽ റൺ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റ് കൂടെ ഒന്ന് നോക്കാം. അത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് തന്നെ 1,74,900 ആണ്. 8GB റാമും 512GB സ്റ്റോറേജും. അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബേസ് മോഡലിൽ 1,74,900 ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് 16GB റാമും അതുപോലെ തന്നെ 512GB സ്റ്റോറേജും വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു മോഡലിൽ എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ 8 കോർ CPU 10 കോർ GPU ആണ് വരുന്നത്. ആൻഡ് 512GB സ്റ്റോറേജ് ഓൺ ബോർഡ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 2 USB 3 പോർട്സുകളൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. നേരത്തെ നമുക്ക് 2 തണ്ടർബോൾട്ട് അല്ലെങ്കിൽ അത് USB 4 കമ്പാറ്റബിൾ ആണ്, ആ പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 പോർട്ട് വരുന്നുണ്ട്. അതിൽ 2 പോർട്ട് തണ്ടർബോൾട്ടും അടുത്ത 2 പോർട്ട് USB 3 ആണ് വരുന്നത്. വേറെ ചേഞ്ച് ഇല്ല. 8GB മെമ്മറി തന്നെയാണ് വരുന്നത്. 512GB സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെമ്മറി ഒരു 16GB ബംപ് ചെയ്താൽ ദ പ്രൈസ് വിൽ ഗോ അപ് ടു 1,94,900. 2 പോർട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ 8 കോർ CPU 10 കോർ GPU വേണമെന്നുണ്ടെങ്കിലും ഈ മോഡലിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ നമ്മുടെ ബേസിക് മ്യൂസിക് പ്രൊഡക്ഷൻ ടാസ്കിന് തീർച്ചയായിട്ടും ആ ഒരു മോഡൽ വേണമെന്നില്ല. നമുക്ക് ഈ ഒരു 1,74,900 മോഡൽ തന്നെ ആക്ച്വലി ഇനഫാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണലായിട്ടൊരു USB ഹബ്ബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് പോർട്സും എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ ടെക് സ്പെക്ക് ഒന്ന് ബേസിക്കായിട്ട് ഓടിച്ചു നോക്കാം. 24 ഇഞ്ച് 4.5K റെറ്റിന ഡിസ്പ്ലേ ആണ് വരുന്നത്. M3 ചിപ്പാണ് വരുന്നത്. 8 കോർ CPU ആൻഡ് അപ് ടു 10 കോർ GPU വരുന്നത്. അപ് ടു 24GB യൂണിഫൈഡ് മെമ്മറി നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 1080p ഫേസ് ടൈം HD ക്യാമറയാണ് വരുന്നത്. മാജിക് കീബോർഡ് വിത്ത് ടച്ച് ID വരുന്നുണ്ട്. നമുക്കപ്പോൾ ഫിംഗർ പ്രിൻറ്റ്സ് ഉപയോഗിച്ച് പാസ്വേഡ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാം. അപ് ടു 2TB ഇൻറ്റേർണൽ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം 512 അല്ലെങ്കിൽ 1TB വരെ അപ്ഡേറ്റ് ചെയ്യാനേ പറയുള്ളൂ. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റോറേജസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 മോഡലിലും, അതായത് 8 കോർ CPU ആണെങ്കിൽ 8 കോർ GPU ആണെങ്കിൽ രണ്ടിലും 16 കോർ ന്യൂറൽ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെമ്മറി ബാൻഡ് വിഡ്ത്തിന് ഡിഫറൻസുകളൊന്നുമില്ല. രണ്ടിലും മീഡിയ എഞ്ചിൻ്റെ അകത്ത് ഹാർഡ്വെയർ ആക്സിലേറ്റർ H.264 ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ProRes RAW HEVC ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുതന്നെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ഗ്രാഫിക്സ് ആപ്ലിക്കേഷൻസിന് വളരെ സ്മൂത്തായിരിക്കും ഈ ഒരു മെഷീൻ. ബേസിക് ആയിട്ടുള്ള സ്റ്റോറേജ് 256 ആണ്. ഇത് കോൺഫിഗറബിൾ ടു 512 ആൻഡ് 1TB. നമുക്ക് ഹൈ എൻഡ് മോഡലിനകത്ത് നമുക്ക് 2TB വരെ അപ്ഡേറ്റ് ചെയ്യാം. 2 മോഡൽസിൽ നമുക്ക് 24GB വരെ റാം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 24 ഇഞ്ചിൻ്റെ 4.5K ഡിസ്പ്ലേ 4480x2520 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. നോർമലി ആപ്പിൾ ഡിസ്പ്ലേകൾക്കകത്ത് 60 Hz ആണ് റിഫ്രഷ് റേറ്റ് കണ്ടിട്ടുള്ളത്. റിഫ്രഷ് റേറ്റിനെ കുറിച്ച് ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടില്ല. ഒരു 1080p ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. Simultaneously supports full native resolution on built-in display at 1 billion colors and ഒരു external display with 6K resolution at 60 Hz. സോ അപ്പോൾ എക്സ്റ്റേണൽ ഒരു ഡിസ്പ്ലേ അപ് ടു 6K റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 60 Hz. തണ്ടർബോൾട്ട് 3 വീഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് തണ്ടർബോൾട്ട് പോർട്ട് വഴി തന്നെ നമുക്ക് ഡിസ്പ്ലേ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയ ഹൈ എൻഡ് മോണിറ്റേഴ്സൊക്കെ തന്നെയും USB-C കണക്ഷനാണ് വരുന്നത്. സോ ഒരു സിംഗിൾ USB-C കണക്ഷൻ വഴി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് കൺവേർട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് VGA HDMI DVA തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം മോണിറ്റേഴ്സ് ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്നും ഡിസ്പ്ലേ ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ ഹൈ ക്വാളിറ്റി 6 സ്പീക്കർ സിസ്റ്റമാണ്. ഫോഴ്സ് ക്യാൻസലിംഗ് വൂഫേഴ്സ് വെച്ചിട്ടുള്ള 6 സ്പീക്കർ സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഒരു സ്പീക്കർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കും. പിന്നെ സ്പേഷ്യൽ ഓഡിയോ ആൻഡ് ഡോൾബി അറ്റ്മോസ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോൺഫറൻസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 3 മൈക്ക് അറയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വോയിസ് പിക്കപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു മൈക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോർട്ടിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് 2 തണ്ടർബോൾട്ട് അല്ലെങ്കിൽ USB 4 സപ്പോർട്ടുള്ള പോർട്ടാണ് വരുന്നത്. അത് തണ്ടർബോൾട്ട് 3 ആണ് സ്പെസിഫിക്കേഷൻ വരുന്നത്. അപ് ടു 40GB/s ആൻഡ് USB 4 സ്പെക്കും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ തണ്ടർബോൾട്ട് 2 സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ
HDMI, DVI, VGA ഒക്കെ യൂസ് ചെയ്യാം. തണ്ടർബോൾട്ട് 2 സപ്പോർട്ടിൻ്റെ കാര്യം നമുക്ക് തണ്ടർബോൾട്ട് 2 ബേസ്ഡായിട്ടുള്ള ഓഡിയോ ഇൻ്റർഫേസുകൾ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആപ്പിളിലെ തണ്ടർബോൾട്ട് 3 to തണ്ടർബോൾട്ട് 2 കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. വിൻഡോസ് ബേസ്ഡ് സിസ്റ്റങ്ങളിൽ തണ്ടർബോൾട്ട് 4 വരുന്ന മദർ ബോർഡുകളിൽ ഇപ്പോൾ തണ്ടർബോൾട്ട് 2 ഡിവൈസസ് സപ്പോർട്ടല്ല. പക്ഷേ ആപ്പിൾ ഇപ്പോഴും ബാക്ക്വേർഡ് കമ്പാറ്റിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടിലും വൈഫൈ 6ഉം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.3 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വളരെ ചെറിയ പവർ കൺസംഷനിൽ വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ്. വളരെ വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഉപയോഗിക്കുക നമ്മുടെ പ്രോഡക്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് iMac, മാജിക് കീബോർഡ്. അപ്പോൾ ബേസ് വേരിയൻ്റ് അകത്ത് മാജിക് കീബോർഡ് വിത്ത് ടച്ച് ID ഇല്ല, അതിവിടെ സ്പെഷ്യലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ വേരിയൻ്റ് അകത്താണ് മാജിക് കീബോർഡ് വിത്ത് ടച്ച് ID വരുന്നത്. മാജിക് മൗസ് വരുന്നുണ്ട്. 143 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്ററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വളരെ കുറഞ്ഞ പവർ കൺസംഷൻ ഉള്ള ഒരു ഡിവൈസാണ്. തീർച്ചയായിട്ടും മോഡേൺ സ്റ്റാൻഡേർഡ്സിൽ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 2 മീറ്ററിൻ്റെ ഒരു പവർ കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. USB-C to ലൈറ്റ്നിങ് കേബിളും കൂടെ വരുന്നുണ്ട്. macOS Sonoma ബിൽറ്റിനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ മാക് മിനി ആൻഡ് മാക്ബുക്ക് എയറിൽ വരുന്ന ഏകദേശം സ്പെക്കുകൾ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. പിന്നെ നമുക്കൊരു ഓൾ ഇൻ വൺ ഡെസ്ക്ടോപ്പ് മെഷീനാണിതെന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. സിംഗിൾ മോണിറ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്താൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഷീൻ വളരെ ആപ്റ്റാണ്. മോഡേൺ റെക്കോർഡിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ജോലികൾക്കൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നൊരു സ്പെസിഫിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 24 GB അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ബേസ് വേരിയൻറ്റ്. സോ 2 lakh റേഞ്ചിലേക്ക് പ്രൈസ് എത്തുന്നുണ്ട്. നമ്മുടെ ഹൈ എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ നമ്മൾ 24 GB അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് 2,14,900 പ്രൈസ് എത്തുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ചിലർ ചോദിക്കാം, എന്തിന് ഞാൻ iMac എടുക്കുന്നു, എനിക്ക് മാക് സ്റ്റുഡിയോയിലേക്ക് പോയിക്കൂടെ എന്നുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മാക് സ്റ്റുഡിയോ മ്യൂസിക് പ്രൊഡക്ഷന് വേർത്താണോ, അത് പർച്ചേസ് ചെയ്യണോ എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.